എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പയ്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നൗഷാദ് സാറിന്റെ വീട്ടിലാണ്. നമുക്ക് വീടിന്റെ ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഈ ഡോറ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. പിന്നെ നമ്മുടെ വിൻഡോസിന്റെ ഷട്ടറൊക്കെ വരുന്നത് അതും സ്റ്റീലിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങിലോട്ട് കിടക്കാം. ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ നേരെ കയറി വരുന്നത്. പിന്നെ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോഴേക്കാണ് നമ്മൾ കാണുന്നത് ഈ വോളാണ്. ടെക്സ്ചർ പെയിന്റ് വെച്ചിട്ടാണ് ഈ വോളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ടൈലാണ്. 5x3 ആണ് ടൈലിന്റെ സൈസ് വരുന്നത്. പിന്നെ ഇവിടെ പാസേജ് ഏരിയയിൽ കൂടെ കൊടുത്തിരിക്കുന്നത് വുഡൻ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് മൾട്ടിവുഡ് വെച്ചിട്ടൊരു പാർട്ടീഷൻ സ്റ്റൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചെയറിനോട് ചാരിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെയും ഒരു ബെഡ്റൂമിന്റെയും സെന്ററിലായിട്ടാണ് പിന്നെ നമ്മൾ വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഓക്കെ, നമുക്കിനി കിച്ചന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. റാക്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലും മൾട്ടിവുഡിലും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ വർക്ക് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇത്രയും കാമായിട്ട് നിൽക്കുന്ന ഒരു ബെഡ്റൂം. ഇവിടെ വളരെ സ്പീഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോ ഒരു ഫാമിലി ലിവിംഗിലോട്ടാണ് നമ്മൾ കയറി വരുന്നത്. ഇവിടെയാണ് TV യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് 2 ബെഡ്റൂമും കൂടെ ഉണ്ട്. അതും ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഭയങ്കര സ്പീഷ്യസ് ആയിട്ടാണ് ഈ 2 ബെഡ്റൂംസും ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ബാൽക്കണിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇത് ടഫൻ ഗ്ലാസും കൂടെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഹാൻഡ് റെയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ നൗഷാദ് അഹമ്മദ്, മഞ്ചേരി പയ്യനാട് ചോലക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതെന്റെ പുതുതായി പണി കഴിപ്പിച്ച വീടാണ്. ഒരുപാട് ചിന്തകളും ഒക്കെയായി സാധാരണ നമ്മളൊരു വീട് പണി തുടങ്ങുന്ന സമയത്ത് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് വരും പല പ്ലാനുകളുമായിട്ട്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ മനസ്സിൽ കണ്ട പ്ലാനിൽ നിന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതെല്ലാം വളരെ താല്പര്യത്തോടെ കേൾക്കുകയും വളരെ പോസിറ്റീവ് ആയി അത് ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു കമ്പനിയും അതിന്റെ സാരഥിയാണ് CVC ബിൽഡേഴ്സും സതീഷും. ചില സംഗതികൾ എനിക്കറിയാത്ത ചില സംഗതി നമ്മൾ സാധാരണ വീട് പണി നടത്തുന്ന സമയത്ത് അതിൽ എക്സ്പെർട്ടായ ആളുകളെയാണല്ലോ നമ്മളതിനെ ഏൽപ്പിക്കുക. അപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയും എന്റെ കൺഫ്യൂഷൻസ് തീർത്തിട്ടാണ് ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത്. മൊത്തത്തിൽ ഹാപ്പിയാണ്. തന്നെയല്ല, നമ്മുടെ വീട് പണി ധൈര്യപൂർവ്വം വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് സതീഷ്, അദ്ദേഹത്തിന്റെ CVC ബിൽഡേഴ്സും. എന്തിനാണ് പറഞ്ഞത്, ഞാനിപ്പോൾ എൻ്റെ വീട് പണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അളിയൻ്റെ വീട് പണിയുടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, വേറൊരാളെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. ഞാനത് സതീഷിനെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വീടിൻ്റെ വർക്കിൻ്റെ മേൽനോട്ടവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആ വീടിൻ്റെ വർക്കും ഞാൻ സതീഷിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഞങ്ങൾക്കിടയിലുള്ള എഗ്രിമെന്റ്. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ ഈ വർക്ക് പൂർത്തിയായിരുന്ന വിചാരിച്ചതിനേക്കാളും ഒരു 20-25% കുറഞ്ഞ രീതിയിലാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നത്. 8.5 സെന്റ് സ്ഥലത്താണ് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീടിന്റെ ഒരു കോർണറിലായിട്ടാണ് നമ്മൾ ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഗാർഡൻ ഏരിയ വരുന്നത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലുള്ള ഈ പില്ലർ ചെയ്തിരിക്കുന്നത് ക്ലാഡിംഗ് സ്റ്റോണിലാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഗേറ്റ് ആണ്. ഗേറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. എനിവേ, CVC ബിൽഡേഴ്സിനും സതീഷിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കമ്പനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.